Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തുൽ അഅറാഫിലെ 88 മുതൽക്കുള്ള സൂക്തങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين. قال الملأ പ്രമാണിമാർ പറഞ്ഞു, അല്ലദീന ഇസ്തക്ബറു അവർ അഹങ്കരിച്ചവരാണ്, വലുപ്പം നടിച്ചവരാണ്. അങ്ങനെയുള്ള പ്രമാണിമാർ പറഞ്ഞു, മിൻ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നും, ലനുഖ്രിജന്നക ഞങ്ങൾ നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും, യാ ഷുഐബേ വല്ലദീന ആമനു മഅക നിന്റെ കൂടെ വിശ്വസിച്ചവരെയും, മിൻ ഖറിയത്തിന ഈ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന്, ഔ അല്ലെങ്കിൽ ലതഊദുന്ന നിങ്ങൾ തിരിച്ചു വരണം, ഫീ മില്ലത്തിന ഞങ്ങളുടെ മതത്തിൽ. ഖാല അദ്ദേഹം ചോദിച്ചു, അവലൗ കുന്ന കാരിഹീൻ അവലൗ കുന്ന ഞങ്ങളാണെങ്കിലും കാരിഹീൻ അതിനെ വെറുക്കുന്നവരാണെങ്കിലും, ഞങ്ങൾക്ക് നിങ്ങളുടെ മതത്തിനോട് ഒരു താല്പര്യമില്ല, എന്നാലും ഞങ്ങൾ വരണം അല്ലേ എന്ന് അദ്ദേഹം അതിനെ അവഗണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാലൽ മല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫിർഔനിൻ്റെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രമാണിമാർ എന്നാണ്. അല്ലദീന ഇസ്തക്ബറു കിബ്ർ കാണിക്കുന്ന, അഹങ്കാരം കാണിച്ച പ്രമാണിമാർ പറഞ്ഞു, മിൻ ഖൗമിഹി തൻ്റെ ജനതയിൽ നിന്നും, ലനുഖ്രിജന്നക യാ ഷുഐബേ നിന്നെ ഞങ്ങൾ പുറത്താക്കും, വല്ലദീന ആമനു മഅക നിന്നെ മാത്രമല്ല നിന്റെ കൂടെ വിശ്വസിച്ചവരെയും, മിൻ ഖറിയത്തിന ഞങ്ങളുടെ നാട്ടിൽ നിന്നും, ഔ അല്ലെങ്കിൽ ലതഊദുന്ന ഫീ മില്ലത്തിന നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ തിരിച്ചു വരണം, മടങ്ങി വരണം. ഖാല അദ്ദേഹം ചോദിച്ചു, അവലൗ കുന്ന കാരിഹീൻ ഞങ്ങൾ വെറുക്കുന്നവരാണെങ്കിലും. ഇത് നമുക്കിപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അറിയാം. മുമ്പ് ഒരു പ്രകടനത്തിൽ സംഘപരിവാരത്തിൻ്റെ ആളുകൾ മുദ്രാവാക്യം വിളിച്ചത്, യാ ബാബരോങ്കി ഔലാദോ ജാവോ പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ. അതെന്നെ പോയി പറഞ്ഞത്, ബാബറിൻ്റെ മക്കളെ നിങ്ങൾ ഒന്നുകിൽ പാകിസ്ഥാനിലേക്ക് പോവുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ളത് ഖബറിസ്ഥാനാണ്, മരിക്കാൻ റെഡി ആയിക്കൊള്ളുക. ഇത് ഫാഷിസ്റ്റുകളുടെ എല്ലാ കാലത്തുള്ള മുദ്രാവാക്യമാണ്. ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ദൗത്യം, ധർമ്മം നമുക്കറിയാം. അദ്ദേഹം ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ക്ഷണിക്കുന്നത് മുഖ്യമായും. പിന്നെ സാമൂഹ്യ തിന്മകൾ, അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് പ്രധാനമായും. അതിനെയൊക്കെ വിമർശിക്കുമ്പോൾ ഇതൊന്നും സഹിക്കാൻ വയ്യ അവർക്ക്. അപ്പോൾ ബഹുദൈവ വിശ്വാസമാണ് യഥാർത്ഥ മതം, അതാണ് നമ്മുടെ സംസ്കാരം. നീ നിൻ്റെ ഈ പുത്തൻ വേദം പുത്തൻ മതം വിട്ടുകൊണ്ട് ഞങ്ങളുടെ ദീനിൽ തിരിച്ചു വരണം, നമ്മുടെ സംസ്കാരത്തിലേക്ക്. അങ്ങനെയാണല്ലോ ഇന്ന് പറയുക. അതല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലേക്ക് പോകണം. ഇതാണ് ഷുഐബ് നബിയുടെ ജനങ്ങളും പറഞ്ഞത്. ഒന്നുകിൽ നമ്മുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു വരെ ഘർവാപ്പസി നടക്കണം, അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ്. ഇത് ഷുഐബ് നബിയുടെ ജനതയും അതേപോലെ അഹങ്കരിച്ച മറ്റു പ്രവാചകന്മാരുടെ ജനങ്ങളും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിനി ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫാഷിസ്റ്റുകളുടെ എന്നുള്ള നിലപാടാണ്, പഴയ മതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അത് ഇവർ പച്ചക്ക് ഷുഐബ് നബി അലൈഹി സ്വലാമയോടും ജനതയോടും പറഞ്ഞ് ഇന്നുമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ
ഫിർഔനിൻ്റെ ഈ നിലപാട് സൂറത്ത് യൂനുസിൽ അല്പം കൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫാഷിസ്റ്റുകളുടെ ഉപദ്രവത്തിൽ നിന്നും ശല്യങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥന അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ 85, 86 സൂക്തങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അലല്ലാഹി പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അലല്ലാഹി തവക്കൽന, നമുക്കറിയാലോ അതിൻ്റെ അർത്ഥം. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നത്തൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക് പരീക്ഷണമാക്കി ഞങ്ങളെ വിടല്ല റബ്ബേ. വനജ്ജിനാ ബിറഹ്മതിക, നിന്റെ കരുണ കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. മിനൽ ഖൗമിൽ കാഫിരീൻ, ഇത്തരം നിഷേധികളുടെ ഉപദ്രവങ്ങളിൽ, നിഷേധി ജനങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്നെ കാക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ റമളാനിൽ സൂറത്തു യൂനുസിലെ 85, 86 ഈ സൂക്തങ്ങൾ കൂടി ഈ ബോധത്തോടു കൂടി അക്രമികളായ ജനവിഭാഗത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളും പഠിക്കേണ്ടതാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാം ഒരു പരീക്ഷണത്തിന് വിധേയരായല്ലോ. അപ്പോൾ മാരണക്കാരായ കുറച്ച് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. അവരെ ഫിറഔൻ ഉപദ്രവിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥനയാണത്. ഇത്തരം സ്വേച്ഛാധിപതികളായ സർവാധിപതികളായ ഭീകരന്മാരിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുമാറാകണം എന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്, പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് യൂനുസിലെ 85, 86 ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, ശുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലെ അഹങ്കരിച്ചവരായ പ്രമാണിമാർ പറഞ്ഞു, ഇല്ല നുഖ്രിജന്നക യാ ശുഐബു, ശുഐബെ നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കും. വല്ലദീന ആമനു മഅക, നിൻ്റെ കൂടെ വിശ്വസിച്ചിട്ടുള്ളവരുടെയും വഴി അത് തന്നെയായിരിക്കും. അവർക്കും അത് തന്നെയാണ് നേരിടേണ്ടി വരിക. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു അവകാശമില്ല, ഇവിടെ ഒരു അർഹതയുമില്ല. നിങ്ങളുടെ വിശ്വാസമായിട്ട് ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. മീൻ കറിയത്തിന, കറിയത്ത് എന്ന നാട്, ഗ്രാമം എന്നുള്ള അർത്ഥത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. മീൻ കറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്നും. അത് അല്ലെങ്കിൽ താഴുതുന, ആദ എന്നുള്ള ഇതിൻ്റെതായ വാക്കല്ല താഴുതുന, നിങ്ങൾ മടങ്ങണം, നിങ്ങൾ തിരിച്ചു വരണം. ഫീ മില്ലത്തിന, ഞങ്ങളുടെ ആദർശത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ, ഞങ്ങളുടെ ദർശനത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവലു കുന്നക്കാരിഹിൻ, ഞങ്ങൾക്കത് വെറുപ്പാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ മില്ലത്തെന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. എല്ലാവിധ അന്യായങ്ങൾക്കും കൂട്ടുനിൽക്കുക, എല്ലാവിധ അക്രമികളുടെയും കൂടെ സമ്പന്നരായ അക്രമികളുടെ നിലപാടുകൾക്ക് ചൂട്ടുപിടിക്കുക, അതിൻ്റെയൊക്കെ കൂടെ ഞങ്ങളും നിൽക്കണം. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് അദ്ദേഹം അവലോകുന്നക്കാരി. ഞങ്ങൾ വിശ്വാസികളുടെ നിലപാട് എന്നും അത് തന്നെയായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും ശരിയാണെന്ന ബോധവും ബോധ്യമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് തീർത്തും നിരർത്ഥകമായ ഒരാശയം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല എന്നാണ്. അവലോകുന്നക്കാരി, നിങ്ങൾ വിളിക്കുന്ന ആ മതം, ആ ആദർശം, അത് ഞങ്ങൾക്ക് വെറുപ്പുള്ളതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അതിനോടൊക്കെയുള്ള പുച്ഛഭാവവും അതിനോടുള്ള താല്പര്യമില്ലായ്മയും ബോധ്യപ്പെടുത്തുന്ന വാക്കാണ് അവലോകുന്നക്കാരിഹിൻ. അതിനോട് അങ്ങ് കുർഹാണ്. കുർഹ് പറഞ്ഞാൽ അനിഷ്ടമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്യദീനിൽ ഉറച്ചു നിലകൊള്ളാൻ എന്ത് പ്രകോപനമുണ്ടായിരുന്നാലും അവൻ്റെ സത്യദീനിൽ ഉറച്ചു നിലകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവും. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.